കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ വൈകാരിക തലത്തിലുള്ള വളർച്ചയ്ക്ക് ബന്ധങ്ങൾക്ക് വളരെയധികം സ്ഥാനമുണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അറ്റാച്ച്മെന്റ് സ്റ്റൈലിനെ നമുക്ക് 4ആയി തരംതിരിക്കാം. ചില ആളുകൾ പറയാറില്ലേ, എൻ്റെ കുഞ്ഞ് എന്നെ വിട്ടു പോകത്തേയില്ല, ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുമെന്ന്. അത് ആക്ച്വലി കുഞ്ഞിന് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണോ, അതോ നിങ്ങൾ ആ കുഞ്ഞിനെ വിട്ടു പോകുമെന്നുള്ള ഭയം കൊണ്ടാണോ? നിങ്ങളുടെ അസാന്നിധ്യത്തിലും കുഞ്ഞ് സെക്യൂർ ഫീലിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം അറ്റാച്ച്മെന്റിനെയാണ് നമ്മൾ സെക്യൂർ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ചില കുഞ്ഞുങ്ങൾ അച്ഛനും അമ്മയൊക്കെ പുറത്തു പോയാലൊന്നും പ്രശ്നം ഉണ്ടാവത്തില്ല, അവർ തിരിച്ചു വന്നാലും അത് അവർക്കൊരു വലിയ കാര്യമാവത്തില്ല. അവരുടെ പ്രശ്നങ്ങളും എല്ലാം സ്വയം ഡീൽ ചെയ്ത് പോകുന്ന ഒരു അറ്റാച്ച്മെന്റ് പാറ്റേൺ ആണിത്. പക്ഷേ ഇത്തരം അറ്റാച്ച്മെന്റുകൾ നല്ലൊരു ബന്ധത്തിലേക്കല്ല നയിക്കുന്നത്. മറ്റൊരു കാറ്റഗറിയാണ് എപ്പോഴും ഇറിറ്റേറ്റഡ് ആയിട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ. അവർ വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടായാലും ഇല്ലെങ്കിലും ഇറിറ്റേഷൻ കാണിച്ചുകൊണ്ടേയിരിക്കും. ഈ ഇറിറ്റേഷൻ കൂടുമ്പോൾ അച്ഛനും അമ്മയും തിരിച്ചും ഇറിറ്റേറ്റഡ് ആയിട്ട് തന്നെയായിരിക്കും പെരുമാറുന്നത്. അങ്ങനെ വളരെ ഒരു ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഇവിടെ രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. 4മത്തെ ഒരു കാറ്റഗറിയാണ് ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ. അതായത് കുഞ്ഞും അമ്മയും എപ്പോഴാണ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ഇത്തരം അറ്റാച്ച്മെന്റും ഒരുപാട് പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കാറുണ്ട്. അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം ചെറിയൊരു കാര്യമല്ല. ഇത് കുഞ്ഞിൻ്റെ എല്ലാ തലത്തിലുള്ള വളർച്ചയെയും സാരമായി ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. സമയമില്ല എന്നുള്ള കാരണം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ കാണാതെ പോകരുത്. വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് പാറ്റേൺ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒന്നാണ്.